ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ കഥയും ഒക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ സുമിത്ര സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു. ഇതൊക്കെ അനിരുദ്ധിനോട് ചോദിച്ച് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് അവൻ ഇത്രയും വലിയൊരു നുണ എന്നോട് പറഞ്ഞതെന്ന് അറിയണമെന്നും പറഞ്ഞ് അനിരുദ്ധിനെ അന്വേഷിക്കുമ്പോഴത്തേക്കിനും അനന്യ അങ്ങോട്ട് വരികയാണ്. അനന്യ വന്നിട്ട് പറഞ്ഞു, അമ്മ അനി ഇവിടെ ഇല്ല, അനി ജോലിക്ക് പോയിരിക്കുകയാണ്, വരട്ടെ, എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിൽ അമ്മ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അനിരുദ്ധിനോട് പറയാമെന്നും പറഞ്ഞ് നമ്മുടെ അനന്യ വലിയ കാര്യത്തിന് ഇങ്ങനെ സംസാരിച്ചു. അപ്പം തന്നെ സുമിത്ര പറയുന്നുണ്ട്, എനിക്ക് സംസാരിക്കാനുള്ളത് അനിരുദ്ധിനോടാണ്, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് തന്നെ അവനെ വിളിക്കുമെന്ന് പറഞ്ഞു. പിന്നീടാണെങ്കിലോ നമ്മുടെ അനന്യയുടെ ഉള്ളിൽ മുഴുവനും ടെൻഷനാണ്. ഇനി എന്താണ് അമ്മ എന്തെങ്കിലും സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടാണോ അനിരുദ്ധിനെ കാണണമെന്നും പറഞ്ഞ് ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്നുള്ള രീതിയിൽ അനന്യ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുമ്പോഴത്തേക്കിനും നമ്മളെ കാണിക്കുന്നത് സരസ്വതി അമ്മയാണ്. സച്ചിൻ നമ്മുടെ സരസ്വതി അമ്മയും ഒക്കെ പൂട്ടി ആ താക്കോലും കൊണ്ട് പുറത്തേക്ക് പോയല്ലോ. അപ്പൊ അതാ നമ്മുടെ ശീതളിന്റെ അടുത്ത് നിന്ന് സരസ്വതി അമ്മ പറയും, എൻ്റെ പൊന്നു മോളെ, ഇതുപോലെയുള്ള ഒരു ഭ്രാന്തനെ നീ എങ്ങനെയാണ് ഈ സഹിക്കുന്നത്? ദേ ഈ അച്ചമ്മയ്ക്ക് ഇതൊക്കെ സഹിക്കാവുന്നതിലും അപ്പുറമാണ്. സച്ചിനിങ് വരട്ടെ, അവൻ വന്നു കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഞാൻ എൻ്റെ ശ്രീനിലയത്തിലേക്ക് പോകുമെന്നും പറഞ്ഞ് സരസ്വതി അമ്മ അങ്ങനെ ശീതളിനെ പേടിപ്പിക്കുമ്പോഴത്തേക്കിനും ശീതൾ പറയാണ്, അച്ചമ്മയോട് ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞതല്ലേ ഞാൻ തനിയെ ഇങ്ങ് പോന്നോളാന്ന്. പിന്നെ അച്ചമ്മ ഇവിടെ വന്നപ്പോൾ എന്താ പറഞ്ഞത്? സച്ചിനെ അച്ചമ്മ നേരെയാക്കി തരാന്ന്. എന്നിട്ടിപ്പം വല്ലത് നടന്നോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നത് അച്ചമ്മ ഒന്ന് കേക്ക്. സച്ചിന്റെ നേരെ അച്ചമ്മ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ സച്ചിൻ ഏത് രീതിയിൽ റിയാക്ട് ചെയ്യുമെന്ന് അച്ചമ്മയ്ക്കും പറയാൻ പറ്റില്ല, എനിക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അച്ചമ്മ ശരിക്കും പറഞ്ഞാൽ ശ്രീനിലയത്തിൽ നിൽക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. എന്തായാലും അമ്മയോട് ഉടക്കി അവിടുന്ന് പോന്നപ്പം ഇപ്പം തിരിച്ചു ചെല്ലേണ്ടി വരുമെന്നുള്ള കാര്യം അച്ചമ്മ മറന്നുപോയോന്നും ചോദിച്ച് ശീതൾ ഇങ്ങനെ സരസ്വതിയോട് സംസാരിക്കുക. അപ്പം ഇതൊക്കെ കേട്ട സരസ്വതി അമ്മയാണെങ്കിലോ, എടി ഇവൻ ഇത്ര വലിയൊരു കുഴപ്പക്കാരനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എൻ്റെ പൊന്നു മോളെ, നീ എങ്ങനെ ഇവനെ സഹിക്കുന്നു? ദേ നീ ഒരു കാര്യം ചെയ്യ്, അച്ചമ്മ പോകുന്ന കൂടെ നീ എൻ്റെ കൂടെ പോരെന്ന് പറഞ്ഞു. അപ്പം ശീതളാണെങ്കിലോ അനന്യയോടും അതുപോലെ തന്നെ സുമിത്രയോടും ഒക്കെ ഒരു കാര്യം പറഞ്ഞിട്ടാണല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്തൊക്കെ വന്നാലും എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും താൻ സച്ചിനെ നേരെ ആക്കിയതിന് ശേഷം മാത്രമേ അങ്ങോട്ട് വരുവുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ആ വാക്കിൽ ഉറച്ചു നിൽക്കുകയാണ് അച്ചമ്മ. എനിക്ക് അങ്ങനെയൊന്നും വരാൻ പറ്റില്ല. ഞാൻ താമസിക്കേണ്ടത് എൻ്റെ ഭർത്താവിൻ്റെ കൂടെയാണ്. അതുകൊണ്ട് അയാളെ നേരെയാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. എടി മോളെ, അച്ചമ്മ നിന്നോട് പറയുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. നീ കാര്യങ്ങൾ മനസ്സിലാക്ക്. ചുമ്മാ വാശിയും കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അത് നിന്റെ ജീവന് തന്നെ ആപത്താണ്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. സച്ചിൻ കാരണമാണ് അന്ന് സിദ്ധുവിന് വലിയൊരു അപകടം ഉണ്ടായത്. അതുപോലെ എൻ്റെ തലമണ്ടയോ നിന്റെ തലമണ്ടയോ ഒക്കെ തല്ലി പൊളിക്കാനും ഒരു മടിയില്ലാത്തവനാണ് അവനെന്നുള്ള രീതിയിൽ സരസ്വതി ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ശീതളാണെങ്കിൽ അച്ചമ്മ ഇന്ന് വൈകുന്നേരം എന്തായാലും ഇവിടുന്ന് പോയിക്കോ, ഞാൻ സച്ചിനോട് കാര്യങ്ങൾ പറഞ്ഞോളാം. എന്തായാലും സച്ചിനെ ശരിയാക്കാതെ ഞാൻ ഇവിടുന്ന് വരില്ല എന്നുള്ള ഒറ്റ തീരുമാനത്തിൽ നിൽക്കുകയാണ് ശീതളും അതുപോലെ തന്നെ പൂജയും ഒക്കെ ചില സമയത്ത് എന്തൊക്കെയോ കുറവുള്ളതുപോലെ തന്നെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് പൂജയെയാണ്. പൂജയ്ക്ക് പങ്കജിന്റെ കോള് വന്നു. പൂജ പങ്കജിന്റെ കോളൊക്കെ എടുത്ത് സംസാരിക്കുന്ന ആ ഒരു സമയത്ത് പങ്കജ് ചോദിക്കുകയാണ്, അല്ല പൂജ, ഇന്ന് സുമിത്രാൻ്റിക്ക് വയ്യാതെ ആയിട്ട് അത് ശരിയായോ എന്ന് ചോദിക്കുമ്പം, അതെ എൻ്റെ പൊന്നു പങ്കജ്, അനിരുദ്ധേട്ടനെ കണ്ട് അനിരുദ്ധേട്ടൻ്റെ അടുത്ത് സത്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി അമ്മ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. എനിക്കറിയില്ല ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന്. മിക്കവാറും ഈ വീട്ടിൽ വലിയ കലഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പങ്കജിന്റെ അടുത്ത് പൂജ പറഞ്ഞു. അപ്പൊ പങ്കജാണെങ്കിലോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് വളരെ നല്ല രീതിയിൽ ആസ്വദിച്ച് നിൽക്കുകയാണ്. എന്തായാലും താനും തൻ്റെ മമ്മിയും ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. അതിന്റെ സന്തോഷത്തിൽ പങ്കജ് ഇങ്ങനെ നിൽക്കുമ്പോൾ, എനിക്കറിയില്ല പങ്കജ് ഇനി എന്ത് ചെയ്യണമെന്ന്. പങ്കജ് ഒരു വഴി പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ പൂജ, താൻ സമാധാനപ്പെട്. സുമിത്രാൻ്റിക്ക് ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഉണ്ടായ ആ ഒരു ഷോക്ക്, അതുകൊണ്ടായിരിക്കും ആൻറ്റി ഇത്ര കണ്ട് വിഷമിച്ചൊക്കെ ഇരിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, ആൻറ്റിയുടെ അടുത്ത് പോയി ആൻറ്റിയെ സമാധാനിപ്പിക്കുമെന്നും പറഞ്ഞ് നമ്മുടെ പങ്കജ് ഫോൺ വെച്ചു. അതിനുശേഷം നേരെ ചെല്ലുകയാണ് തൻ്റെ പുന്നാര മമ്മിയുടെ അടുത്തേക്ക്. രഞ്ജിതയുടെ അടുത്ത് ചെന്നിട്ട് പങ്കജ് പറയാണ്, അതെ മമ്മി, ഇപ്പൊ പൂജ വിളിച്ചായിരുന്നു. എടാ വിളിച്ചിട്ട് എന്ത് പറഞ്ഞു? മമ്മി, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എന്തായാലും പൂജയെ വിളിച്ച് ഞാൻ അവളെ ഒരു വശത്താക്കി വെച്ചിരിക്കുകയാണ്.
അവൾ എന്തായാലും അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും എന്നെ വിളിച്ച് അറിയിച്ചോളും. പക്ഷേ ഇതൊന്നും സുമിത്ര ആൻറ്റി അറിയേയില്ല. അപ്പം ഇവൻ്റെ ഈ ഒരു വർത്തമാനമൊക്കെ കേട്ടപ്പം നമ്മുടെ രഞ്ജിത തമ്പുരാട്ടിക്ക് ഭയങ്കര സന്തോഷമായി. എന്തായാലും എൻ്റെ മോനെ, ദേ നീ നല്ലൊരു കാര്യം തന്നെയാണ് മമ്മിക്ക് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നത്. പൂജയെ എത്രയും പെട്ടെന്ന് നീ വിവാഹം കഴിക്കണം. അറിയാലോ, നിന്റെ അങ്കിള് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കെണി, ആ ഒരു കെണി ഭേദിക്കണമെങ്കിൽ അവൾ നിന്റെ ഭാര്യയായേ പറ്റുള്ളൂ. അവൾ നിന്റെ കയ്യിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പേടിക്കാനില്ല. സുമിത്രയെ പോലും നമുക്ക് നിഷ്പ്രയാസം ഒതുക്കാൻ പറ്റും. ഇപ്പം അതിനുള്ളൊരു കാര്യമാണല്ലോ മമ്മി ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേ പ്രതീഷ് ഇന്നോ നാളെയോ ജയിലിൽ നിന്ന് ഇറങ്ങും. അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും മമ്മി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, സുമിത്രയ്ക്ക് പ്രതീഷിനെ കാണാനുള്ള ഒരു സാഹചര്യവും അതും മമ്മി ഒരുക്കിയിട്ടുണ്ട്. നീ ഇപ്പം തന്നെ പൂജയെ വിളിച്ച് വിവരം പറയണം. പ്രതീക്ഷയുള്ള ജയിലും അവിടുത്തെ ഡീറ്റെയിൽസും കൊടുക്കണം. അവിടെ ഞാൻ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പ്രത്യേകം പറയുകയും ചെയ്യണമെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ പങ്കജാണെങ്കിലോ, ഓക്കെ മമ്മി, എല്ലാം മമ്മി പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. അതിനുശേഷം നമ്മുടെ രഞ്ജിത അരവിന്ദനോട് പറയുക, അരവിന്ദേട്ടാ, കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പങ്കജിന് പൂജ ഇഷ്ടമാണ് എന്നുള്ള കാര്യം അത് നമുക്ക് നേരെ അങ്ങോട്ട് പൂജയോട് സംസാരിച്ചാലോ എന്ന് ചോദിക്കുക. അതിനെന്താ രഞ്ജു, അതിനു മുന്നേ പങ്കജും പൂജയും തമ്മിലൊന്ന് സംസാരിക്കുന്നതല്ലേ നല്ലത്. അവൾക്ക് ഇവന് ഇഷ്ടമാണോ എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞ് അരവിന്ദൻ ഇങ്ങനെ സംസാരിച്ചു. അതൊക്കെ ഇഷ്ടമായിരിക്കും, ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമാക്കി എടുത്തിരിക്കും എന്നുള്ള രീതിയിൽ രഞ്ജിത സംസാരിച്ചു. പിന്നീട് നമ്മുടെ സുമിത്രയാണ് കാണിക്കുന്നത്. സുമിത്രയാണെങ്കിൽ അനിരുദ്ധിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവൻ വന്നിട്ട് വേണം ഇവനെ പൊളിച്ചടുക്കാനെന്നുള്ള രീതിയിൽ. അങ്ങനെ അനിരുദ്ധ് എത്തിയ പാടെ തന്നെ അനന്യാണെങ്കിൽ, അനി, അമ്മയ്ക്ക് എന്തൊക്കെയോ ഒരു ടെൻഷനുണ്ട്, അമ്മ എന്തൊക്കെയോ കാര്യങ്ങൾ അറിഞ്ഞ പോലെയാണ് പെരുമാറുന്നത്, അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിച്ചും കണ്ട് നിൽക്കണേന്നും പറഞ്ഞ് അനിരുദ്ധിന് മുന്നറിയിപ്പ് കൊടുത്തു. അതിനുശേഷം അനി വന്ന് അമ്മയോട് കാര്യം ചോദിക്കുകയാണ്. എന്താ അമ്മ എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത്? എന്താ അമ്മയുടെ മുഖത്തൊരു ബുദ്ധിമുട്ട് പോലെയൊക്കെ ഉണ്ടല്ലോ, എന്ത് പറ്റിയെന്നൊക്കെ നമ്മുടെ സുമിത്ര അനിരുദ്ധിനെ ഇങ്ങ് വട്ടം പിടിച്ചു. അവന്റെ ഷർട്ടിന്റെ കോളറിൽ കുത്തി പിടിച്ചിട്ട് സുമിത്ര ഒരു ചോദ്യം ചോദിച്ചു, നീ എൻ്റെ വയറ്റിൽ തന്നെ പിറന്നവനാണോടാന്ന്. ഇത് കേട്ടതും അനിരുദ്ധാണെങ്കിൽ അമ്പരന്ന് നിൽക്കുക. ഇതെന്താണ് അമ്മ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് നിൽക്കുമ്പം, നീ എന്തിനാടാ എന്നോട് ഇത്രയും വലിയൊരു കളവ് ചെയ്തത്? നിനക്ക് എങ്ങനെ സാധിച്ചു നിന്റെ കൂടപ്പറപ്പിനെ ചതിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചു വരുമ്പം നമ്മുടെ അനിരുദ്ധും അതുപോലെ അനന്യയും കൂടി സ്വരമോളുടെ കാര്യമാണ് ആലോചിക്കുന്നത്. അപ്പം ഇത്രയും കാലവും സ്വരമോള പ്രതീഷിന്റെ മകളാണെന്നുള്ള സത്യവും അനിരുദ്ധ് മറച്ചു വെച്ചല്ലോ. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രതീഷ് ജയിലിലാണ് എന്നുള്ള വലിയൊരു സത്യവും മറച്ചു വെച്ചു. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ള രീതിയിൽ അനിരുദ്ധിനോട് ചോദിച്ചു. അനിരുദ്ധ് ഒരു നിമിഷം പതറി നിൽക്കുകയാണ്. തൻ്റെ അമ്മ തന്നെ ഇങ്ങനെയൊക്കെ ഇട്ട് കൊടയൂ എന്നുള്ള കാര്യം അനിരുദ്ധ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അങ്ങനെ അനിരുദ്ധ് വിഷമിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലും സുമിത്ര പറയുക, ദേ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. എൻ്റെ മകൻ ഇപ്പം ജയിലിലാണല്ലേ ഉള്ളത്. ഇനി എന്തായാലും ഇങ്ങനെയുള്ളൊരു മകൻ എനിക്കില്ല എന്നും പറഞ്ഞ് അനിരുദ്ധിനെ തള്ളി പറയാണ്. ഇനി നീ ഈ ശ്രീനിലയത്തിൽ നിൽക്കാൻ പാടില്ല. ഈ നിമിഷം നീ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോണമെന്നുള്ളൊരു ഓർഡറും കൂടി സുമിത്ര ഇടുന്ന സമയം അനിരുദ്ധ് സർവ്വവും നഷ്ടപ്പെട്ടതുപോലെ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. താൻ ഏറ്റവും അധികം സ്നേഹിച്ച തൻ്റെ അമ്മ തന്നെ തള്ളിപ്പറഞ്ഞ ദിവസമായതുകൊണ്ട് തന്നെ അനിരുദ്ധിന് അത് താങ്ങാവുന്നതിലും അപ്പുറമായി. അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന നമ്മുടെ അനിരുദ്ധിനെയും തൻ്റെ മകനെ തള്ളിപ്പറയേണ്ടി വന്ന അവസ്ഥയോർത്ത് സങ്കടപ്പെടുന്ന നമ്മുടെ സുമിത്രയും ഒക്കെ കാണിച്ചുകൊണ്ടാണ് കുടുംബവിളക്കിൻ്റെ നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പം എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.